മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടുകളിലും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും കേന്ദ്ര ഏജൻസിയായ ഇഡി നടത്തിയ റെയ്ഡ് വെറും രാഷ്ട്രീയ കോമാളി നാടകമാണെന്ന് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞു. 8 മണിക്കൂറിലധികം അരിച്ചു പെറുക്കിയിട്ടും ഒന്നും കണ്ടെത്താനാകാതെ കേന്ദ്രത്തിന്റെ കൂട്ടിലടച്ച തത്തയായ ഇഡി തലയിൽ മുണ്ടിട്ട് മടങ്ങിയതോടെ ഈ വേട്ടയാടലിന് പിന്നിലെ തിരക്കഥാകൃത്തുക്കളും സംവിധായകരും ജനമധ്യത്തിൽ വായിൽ തോന്നിയത് പുലമ്പി നിൽക്കുകയാണ്. ഈ രാഷ്ട്രീയ അശ്ലീല നാടകത്തിലെ കോമാളി വേഷം കെട്ടിയ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജിന്റെ കപട നിയമ പോരാട്ടങ്ങളുടെ പൊള്ളത്തരം ചർച്ച ചെയ്തില്ലെങ്കിൽ അത് ശരിയാവില്ല. ഇന്നലെ വരെ എവിടെയായിരുന്നു ഈ പറയുന്ന ഷോൺ ജോർജ് എന്ന് ചോദിച്ചാൽ തെറ്റില്ല. അച്ഛൻ PC ജോർജിന്റെ കൂടെ നടന്ന് മുന്നണികൾ തോറും മാറി മാറി ഭിക്ഷയാചിച്ച ചരിത്രമാണ് ഈ രാഷ്ട്രീയ നവാഗതനുള്ളത്. UDF-ഉം LDF-ഉം ഒരുപോലെ പടിയടച്ച് പിണ്ടം വെച്ചപ്പോൾ ഒടുവിൽ രക്ഷയില്ലാതെ നേരെ പോയി വീണത് വർഗീയത വിതയ്ക്കുന്ന സംഘപരിവാറിന്റെ മടിത്തട്ടിലേക്ക്. BJP-യിൽ ചേർന്നതോടെ എന്തോ വലിയ ദേശീയ നേതാവായി സ്വയം ചമയുന്ന ഷോൺ ജോർജ് പാർട്ടിക്കുള്ളിൽ ഒരു കസേര ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പിണറായി വിജയനെതിരെയുള്ള വേട്ടയാടലിൽ BJP-യുടെ ചട്ടുകമായി മാറിയത്. 2 സ്വകാര്യ കമ്പനികൾ തമ്മിൽ തികച്ചും സുതാര്യവും നിയമപരവുമായി ഒപ്പിട്ട ബിസിനസ് കരാറിനെയാണ് ഷോൺ ജോർജ് എന്ന മഹാബുദ്ധിമാൻ കള്ളപ്പണം വെളുപ്പിക്കലായി ചിത്രീകരിച്ച് കോടതികളിൽ ഹർജി വേസ്റ്റാക്കിയത്. ആദായ നികുതി വകുപ്പിന്റെ ഒരു ഉത്തരവിനെ മുൻനിർത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വലിയ നിയമവിദഗ്ധനെ പോലെ ഗീർവാണമടിച്ച ഷോൺ ജോർജിന്റെ ലക്ഷ്യം കേവലം വില കുറഞ്ഞ പബ്ലിസിറ്റി മാത്രമായിരുന്നു. ഷോൺ ജോർജിന്റെ കത്തുപാട്ടുകൾ കേട്ട് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയവും ED-യും SFIO-യും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടത് കേരളത്തിലെ ഇടതുപക്ഷ ഭരണം തകർക്കാനെന്ന വ്യാമോഹത്തോടെയും. എന്നാൽ കള്ളക്കേസുകൾ കൊടുത്ത് കേരളത്തിന്റെ വികസന നായകനെ പൂട്ടാമെന്ന് മോഹിച്ച ഷോണിനും BJP-ക്കും കിട്ടിയത് 8-ന്റെ-അല്ല 16-ന്റെ പണി. മുഖ്യമന്ത്രിയുടെ മകളെയും കുടുംബത്തെയും അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ നോക്കിയ BJP തിരക്കഥയെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഇതിനകം ചവറ്റുകുട്ടിയിൽ എറിഞ്ഞു കഴിഞ്ഞു. സ്വന്തമായി ഒരു രാഷ്ട്രീയ അടിത്തറയോ ജനപിന്തുണയോ ഇല്ലാത്ത ഷോൺ ജോർജ് PC ജോർജിന്റെ മകൻ എന്ന ലേബലിൽ മാത്രമാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിരിക്കുന്നത്. സ്വന്തം തട്ടകമായ പൂഞ്ഞാറിൽ പോലും ജനങ്ങൾ കൂവിവിട്ട ചരിത്രമുള്ള കൂട്ടരാണ് ഇപ്പോൾ പിണറായി വിജയനെതിരെ നിയമയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. BJP സംസ്ഥാന ഉപാധ്യക്ഷ പദവി എന്നത് ഡൽഹിയിലെ യജമാനന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം ഒപ്പിച്ചു വാങ്ങിയതാണെന്നാണ് ഷോണിന്റെ ഓരോ ചലനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പിണറായി വിജയനെയും ഇത്തരം കേന്ദ്ര ഏജൻസികളെയും ഷോൺ ജോർജിനെ പോലെയുള്ള രാഷ്ട്രീയ പരദൂഷണക്കാരെയും മുന്നിൽ നിർത്തി ഭയപ്പെടുത്താമെന്ന് BJP കരുതുന്നുണ്ടെങ്കിൽ അത് വെറും പകൽക്കിനാവ് മാത്രമാണ്. കള്ളപ്പണ വേട്ട എന്ന പേരിൽ 8 മണിക്കൂർ വീട്ടുസാധനങ്ങൾ നോക്കി വെള്ളമിറക്കി മടങ്ങിയ ED-യുടെയും അവർക്ക് വഴികാട്ടിയായ ഷോൺ ജോർജിന്റെയും മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് ഈ റെയ്ഡിന്റെ പരാജയം.